ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് വരുന്നത്? ഇതിനൊപ്പം സർജറി ഒന്നും ആവശ്യമില്ല. കാലിനൊരു കീ ഹോൾ വഴി ഹാർട്ടിനകത്ത് ഈ ക്യാപ്സ്യൂൾ രണ്ടും ഒന്ന് മേളിലത്തെ ചേമ്പറിൽ. ഇത് വളരെ കുഞ്ഞ് ഒരു ഡിവൈസ് ആണ്. ഇതിൽ എങ്ങനെയാണ് അതിന്റെ അപ്പൊ ചാർജ് കാര്യങ്ങളൊക്കെ എത്ര കാലം നിൽക്കും? അപ്പൊ മിക്കവർക്കും ഉണ്ടാവുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ മുറിവ് കരിയാറില്ല, ചിലപ്പോൾ ഈ ബാറ്ററിയുടെ ചുറ്റിനും ഇൻഫെക്ഷൻ വരാം, ചിലപ്പോൾ ഈ വയേഴ്സ് കാരണം ഈ ഹൃദയത്തിലെ വെയിൻസിലേക്കൊക്കെ ചിലപ്പം ക്ലോട്ടിംഗ് വരാം. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് ഡുവൽ ചേമ്പർ ലീഡ്ലെസ് തെറാപ്പി എന്ന് പറയും. ഹാർട്ട് ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ അപ്പർ ചേമ്പർ, ലോവർ ചേമ്പറിൽ ഒരു സ്ക്രൂ ഫിക്സ് ചെയ്യാം. അതേപോലെ അപ്പർ ചേമ്പറിലും നമുക്ക് ഇതിനകത്തൊരു സ്ക്രൂ ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഹൃദയം ഇടിപ്പ് കുറഞ്ഞിട്ട് ബോധം പോവുക, അതേപോലെ തന്നെ കുഴഞ്ഞു വീട് മരണമൊക്കെ അല്ലേ. ഇന്ന് ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നല്ല രീതിയിലുള്ള ഒരു നൂതനമായിട്ടുള്ള ഒരു ചികിത്സാ രീതി കണ്ടെത്തിയിട്ടുണ്ട്, ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എവിടെയാണെന്നല്ലേ, ഞാൻ ഇപ്പോൾ ഉള്ളത് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ കോഴിക്കോടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൊസീജിയർ എങ്ങനെ ചെയ്യുന്നു, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി മെട്രോമെഡ് ഹോസ്പിറ്റലിന്റെ ഡോക്ടർ അരുൺ ഗോപി സാർ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. സാർ, ഇത് വലിയ രീതിയിലൊരു പ്രശ്നമായിട്ട് കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ, ഈ പെട്ടെന്ന് കുഴഞ്ഞു വീട് മരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം, അതായത് കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. അതിനകത്തൊരു പ്രധാന കാരണം ഹൃദയമിടിപ്പ് നിന്നു പോകാന്നുള്ളതാണ്. അതായത് പൾസ് വളരെ അധികം കുറഞ്ഞിട്ട് ഹാർട്ട് കംപ്ലീറ്റ്ലി നിന്നു പോകാന്നുള്ളത് കൊണ്ടാണ് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത്. നോർമൽ ഒരാൾക്ക് ഒരു പൾസ് റേറ്റ് ഒരു 60-100 ഇടയ്ക്ക് നിൽക്കണം. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹാർട്ടിനകത്തൊരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്. ഹാർട്ടിൻ്റെ ഒരു മിടിപ്പ് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്, ഹാർട്ടിൻ്റെ പേസ് മേക്കർ എന്ന് പറയും. ആ പേസ് മേക്കറിന് കറണ്ട് ഉണ്ടായി ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ വയറുകൾ വഴി ഹാർട്ടിൻ്റെ പേശികളിലേക്ക് ഈ കറണ്ട് എത്തിക്കഴിയുമ്പോഴാണ് ഹാർട്ടിന് ഇങ്ങനെ ഒരു 60 മുതൽ 100 ഇടയ്ക്ക് തുടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ പേസ് മേക്കറിലോ ഈ ഇലക്ട്രിക്കൽ വയേഴ്സിലോ എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചാൽ ഇവരുടെ പൾസ് വളരെയധികം കുറഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു പൾസ് റേറ്റ് യൂഷ്വൽ ഉള്ളവരെക്കാട്ടിയും കുറവായിരിക്കും. ആൻഡ് ഇടയ്ക്ക് ചിലപ്പോൾ ഇവരുടെ പൾസ് കംപ്ലീറ്റ്ലി നിന്നു പോകും. ആ നിൽക്കുന്ന സമയത്താണ് ബ്രെയിനിലോട്ട് രക്തോട്ടം കുറയുക. കുറച്ച് നേരം ആണെങ്കിൽ അവർക്ക് കണ്ണിലൊരു ഇട്ടടയ്ക്കുന്ന പോലെ വരാം. കുറച്ചുകൂടി നേരം അധികം വന്നാൽ അവർ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് ബോധം കെട്ട് വീഴും. അതിലും കുറച്ചുകൂടി അധികം നേരം നിൽക്കുമ്പോഴാണ് ഈ പെട്ടെന്നുള്ള കുഴഞ്ഞുകൊണ്ടുള്ള മരണം സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു പ്രൊസീജിയർ ചെയ്തു എന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഒരു രീതി എന്തായിരുന്നു, അതേപോലെ ഇപ്പം സാർ ഇപ്പം ചെയ്തു തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, ഈ ഒരു രീതി എന്താണെന്ന് എനിക്കൊന്ന് കാണുന്നുണ്ട്. സാധാരണ പൾസ് കുറയാണെങ്കിൽ പേസ് മേക്കർ വെക്കുക എന്ന് പറഞ്ഞാൽ പേസ് മേക്കറിന് ഇങ്ങനെ ഒരു ബാറ്ററി ഉണ്ട്, ഈ ഇലക്ട്രിക്കൽ വയേഴ്സ് ഉണ്ട്, ഇതിനെ ലീഡ്സ് എന്ന് പറയാം. അപ്പം നമ്മുടെ കഷത്തിൻ്റെ അവിടെ ആയിട്ട് അല്ലെങ്കിൽ ഷോൾഡർ ബോണിൻ്റെ അവിടെ ആയിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു കീറലുണ്ടാക്കിയിട്ട് ഇവിടെ ബാറ്ററി വെച്ചിട്ട് ഹാർട്ടിൻ്റെ ഞരമ്പുകൾ വഴി ഈ ലീഡ്സ് ഹാർട്ടിനകത്തോട്ട് കൊണ്ടുപോയിട്ട് ഈ ലീഡ് ഹാർട്ടിനകത്തോട്ട് ഇങ്ങനെ ഒരു സ്ക്രൂ വെച്ചിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഡുവൽ ചേമ്പർ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൽ 2 ലീഡ്സ് വെക്കും. ഒരു ലീഡ് മേളിൽ വെക്കും, വേറെ ലീഡ് താഴെ വെക്കും. അങ്ങനെ 2 ലീഡ്സ് വെച്ചിട്ട് ഒരു 2 വയറുള്ള ഡുവൽ ചേമ്പർ ആയിട്ടുള്ള ഒരു പേസ് മേക്കറാണ് സാധാരണ ഇങ്ങനെ പൾസ് കുറവുള്ളവർക്ക് വെക്കാറുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന രീതി ഇതാണ്. ഓക്കെ. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഒരു ചെറിയൊരു മിനിമൽ സർജറി വേണം. ഇവിടെ ഒരു കീറൽ വേണം, ഇവർക്ക് ഇവിടെ ഒരു ബാറ്ററി വെക്കണം, ഈ ഹാർട്ടിനകത്തോട്ട് ഈ വയേഴ്സ് വെക്കണം. അപ്പോൾ മിക്കവർക്കും ഉണ്ടാവുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ മുറിവ് കരിയാറില്ല, ചിലപ്പോൾ ഈ ബാറ്ററിയുടെ ചുറ്റിനും ഇൻഫെക്ഷൻ വരാം, ചിലപ്പോൾ ഈ വയേഴ്സ് കാരണം ഈ ഹൃദയത്തിലെ വെയിൻസിലേക്കൊക്കെ ചിലപ്പം ക്ലോട്ടിംഗ് വരാം, അല്ലെങ്കിൽ ഈ ഹാർട്ടിനകത്തോടെ പോകുമ്പോൾ ഈ വാൽവുകൾക്കൊക്കെ ലീക്ക് വരാം. അങ്ങനെ കാലങ്ങളാവുമ്പം ഈ പേസ് മേക്കർ വെക്കുന്ന ഈ വെയിൻസ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ ചുരുങ്ങിപ്പോവും. ഈ വെയിൻസ് ഈ ലീഡ്സ് നമുക്ക് അവസാനം എടുക്കാൻ പറ്റാതെയാവും. അപ്പോൾ അങ്ങനെ ഈ പലർക്കും ഈ കൺവെൻഷണൽ ആയിട്ടുള്ള പേസ് മേക്കർ വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പേസ് മേക്കേഴ്സിൽ ഫെയിലിയർ വരാം. അതായത് ഒന്ന് ഈ ഇലക്ട്രിക്കൽ വയേഴ്സ്, അതായത് നമ്മൾ ഈ പറയുന്ന ലീഡ്സ്, ഇതൊരു തിന്നായിട്ടുള്ള സ്ട്രക്ചറാണ്. ഈ ലീഡ്സിനകത്തൊരു കവറിംഗ് ഉണ്ട്, ഈ കവറിംഗിൽ ബ്രേക്ക് വരാം, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഇലക്ട്രിക്കൽ ഫൈബേഴ്സ് പൊട്ടിപ്പോവാം. കാരണം ഹാർട്ടിനകത്ത് നിൽക്കുകയാണ്, ഹാർട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ വയറിംഗ് സിസ്റ്റത്തിൽ കുറച്ച് കഴിയുമ്പം വയേഴ്സിൽ ബ്രേക്കോ അല്ലെങ്കിൽ ലീഡ്സിൽ ഫ്രാക്ചറോ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഈ സാധാരണ ഇപ്പോൾ ചെയ്യാന്ന് വെച്ചാൽ ഇതെല്ലാം എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ ഇത് അവിടെ തന്നെ വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒന്നും കൂടെ ഈ പുതിയ സിസ്റ്റം വെക്കുക ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ സർജറീൻ്റെ ആവശ്യമില്ല, ഈ ലീഡ്സിൻ്റെ ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരു ക്യാപ്സ്യൂൾ പേസ് മേക്കർ, അതായത് ലീഡ്ലെസ് പേസ് മേക്കർ എന്ന് പറയും. ക്യാപ്സ്യൂൾ ഇപ്പോൾ വന്ന ചികിത്സയല്ല, ഞങ്ങൾ ആദ്യമായിട്ട് ക്യാപ്സ്യൂൾ ചെയ്ത 2017 അന്നുണ്ടായിരുന്ന, പക്ഷേ ഒരു ചേമ്പറിൽ മാത്രം വെക്കാൻ പറ്റുന്ന ക്യാപ്സ്യൂൾ. അപ്പോൾ ഹാർട്ടിൻ്റെ താഴത്തെ ചേമ്പർ മാത്രമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. താഴത്തെ ചേമ്പർ മാത്രം വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കിത് കൂടുതലും വളരെ ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്ത പ്രായം കൂടിയുള്ള ആൾക്കാർക്കൊക്കെ മാത്രമേ ഇത് വെക്കാൻ പറ്റുകയുള്ളായിരുന്നു. മെജോറിറ്റി ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും കൺവെൻഷണൽ ആയിട്ടുള്ള ഈ പറയുന്ന സർജറി ചെയ്തിട്ട് വയറുള്ള പേസ് മേക്കറാണ് വെച്ചുകൊണ്ടിരുന്നത്. ആകെ അധികമായിട്ട് പ്രായമുള്ളവരിലോ അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള പേസ് മേക്കർ ഫെയിൽ ആവുന്നവർക്കോ മാത്രമായിരുന്നു ക്യാപ്സ്യൂൾ വെച്ചിരുന്നത്. അത് പ്രധാനമായിട്ടുള്ള കാരണം അതിന് ലോവർ ചേമ്പർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ നമ്മുടെ നോർമൽ ആളുടെ ഹൃദയത്തിൽ അപ്പറും ലോവർ 2 ചേമ്പേഴ്സും വർക്ക് ചെയ്യണം. ഇതിപ്പം നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള വയേഴ്സ് ഹാർട്ടിനകത്ത് വെച്ച ഒരാളുടെ
ഫ്ലൂറോ ഇമേജ് ആണ്. Okay. ഇവർക്ക് ആദ്യം നമ്മൾ സാധാരണ പേസ് മേക്കറാണ് വെച്ചിരുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ലീഡ്സ് ഫെയിലിയറായി, ഈ വയോസിൽ കൂടെ കറണ്ട് പോവാതായി. Okay. അങ്ങനെയുള്ളവർക്ക് അവസാനം ഒന്നുകൂടെ വേറെ ലീഡ് വെക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാപ്സ്യൂൾ മാത്രം, ഇതിനപ്പം സർജറി ഒന്നും ആവശ്യമില്ല, ചെറിയൊരു കീ ഹോൾ വഴി ഈ ക്യാപ്സ്യൂൾ ഹാർട്ടിനകത്ത് വെച്ചിട്ട് അതുവഴി കറണ്ട് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ അതിനകത്ത് ഒരു ചേംബറിൽ മാത്രമേ കറണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. Okay. ഇത് കൂടുതലും നമ്മൾ അധികം ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്തതും പ്രായം കൂടുതലുള്ളവർക്ക് മാത്രമായിരുന്നു ഇത് ചെയ്തിരുന്നത്. ഇത് 2017 മുതൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിലിപ്പോൾ വന്നിരിക്കുന്ന നൂതനമായിട്ടുള്ള സംവിധാനം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് ഡുവൽ ചേംബർ ലീഡ്ലെസ് തെറാപ്പി എന്ന് പറയും. അപ്പോൾ അതിൽ നമുക്ക് ഹാർട്ട് ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ അപ്പർ ചേംബർ ലോവർ ചേംബർ 2 ചേംബേഴ്സ് ഉണ്ട്. ഈ 2 ചേംബറിലും നമുക്ക് 2 ക്യാപ്സ്യൂൾസ്, ഒരു ക്യാപ്സ്യൂൾ അപ്പർ ചേംബറിലും ഒരു ക്യാപ്സ്യൂൾ ലോവർ ചേംബറിലും ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഇപ്പം വന്നിരിക്കുന്ന പുതിയ തരം ലീഡ്ലെസ് പേസ് മേക്കർ എന്ന് പറയുന്നത്. ഇതിനെ അവീർ എന്ന് പറയും. ഇതിനകത്തൊരു സ്ക്രൂ ഉണ്ട്. നമുക്കിത് ലോവർ ചേംബറിൽ ഒരു സ്ക്രൂ ഫിക്സ് ചെയ്യാം, അതേപോലെ അപ്പർ ചേംബറിലും നമുക്ക് ഇതിനകത്തൊരു സ്ക്രൂ ഫിക്സ് ചെയ്യാൻ പറ്റും. 2 ചേംബറിലും ഓരോരോ ക്യാപ്സ്യൂൾ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി മുതൽ ലീഡ് വേണ്ടി വരുന്ന, സാധാരണ പേസ് മേക്കർ വേണ്ടി വരുന്ന എല്ലാവർക്കും ഇപ്പം നമുക്ക് ലീഡ്ലെസ് തെറാപ്പി കൊടുക്കാൻ പറ്റും. ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തന്നെ അതാണ്. ഇതിന് സർജറി ഇല്ല, മുറിവുകളില്ല. നമ്മൾ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ കാലിന് ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഒരു ചെറിയൊരു കത്തീറ്റർ ഇട്ടിട്ട് ഈ കത്തീറ്റർ വഴി ക്യാപ്സ്യൂൾ ഹാർട്ടിനകത്ത് കൊണ്ടുപോയി ചെയ്യും. ഇതിപ്പം നമ്മുടെ ഡുവൽ ചേംബർ ലീഡ്ലെസ് തെറാപ്പി ചെയ്ത, അതായത് അവീർ DR എന്ന് പറയുന്ന ഡുവൽ ചേംബർ ലീഡ്ലെസ് ചെയ്ത ഒരാളുടെയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെറിയൊരു ഇഞ്ചക്ഷൻ പോലെ കാലിനൊരു കീ ഹോൾ വഴി ഹാർട്ടിനകത്ത് ഈ ക്യാപ്സ്യൂൾ രണ്ടും ഒന്ന് മേളിലത്തെ ചേംബറിലും ഒന്ന് താഴത്തെ ചേംബറിലും ഫിക്സ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിന് നമുക്ക് സർജറി ഇല്ലാത്തതുകൊണ്ടും മുറിവില്ലാത്തതുകൊണ്ടും രോഗിക്ക് 1-2 ദിവസം മാത്രം ഹോസ്പിറ്റൽ സ്റ്റേ മതി. അതിനുശേഷം മുറിവൊന്നും ഇല്ലാത്തതുകൊണ്ടും വയോസൊന്നും ഇല്ലാത്തതുകൊണ്ടും അതിനുശേഷമായിട്ട് ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസോ ജീവിതശൈലി മാറ്റങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ 2 ഡിവൈസ് ഉണ്ടല്ലോ, ഇത് രണ്ടും 2 സമയത്തായിട്ടുള്ള പ്രൊസീജിയർ നടക്കണല്ലോ, ഒരു സിംഗിൾ പ്രൊസീജിയറിൽ ഇതൊക്കെ നടക്കുമോ? ഒറ്റ ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് അതാണ്. ഒറ്റ പ്രൊസീജിയറിൽ തന്നെ, ഒറ്റ ഇഞ്ചക്ഷനിൽ കൂടെ തന്നെ നമുക്ക് കാലിലൂടെ ചെറിയൊരു കീ ഹോൾ വഴി 2 ക്യാപ്സ്യൂൾ ഒരുമിച്ച് തന്നെ ഫിക്സ് ചെയ്യാം. ഒരേ ടൈം തന്നെ ചെയ്യാം. ഒരേ ടൈം തന്നെ ചെയ്യാം. അത് മാത്രമല്ല, ഇപ്പം സപ്പോസ് ഒരാൾക്ക് ഒരു സമയത്ത് ഒരു ക്യാപ്സ്യൂൾ മതി, ഭാവിയിൽ മറ്റൊരു ക്യാപ്സ്യൂൾ വേണ്ടി വരുമെങ്കിൽ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡും പറ്റും. അതായത് ഒരു ക്യാപ്സ്യൂൾ വെച്ചു, അവർക്ക് 5 വർഷം കഴിഞ്ഞ് മേളിലത്തെ ചേംബറിൽ പ്രശ്നമുണ്ട്, അപ്പോൾ ഒരു ക്യാപ്സ്യൂൾ അവിടെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിവൈസ് ആണ്. ഇതിന് ഓൾറെഡി നമുക്ക് ബാറ്ററി കാര്യങ്ങളൊക്കെ ഇത് കാണാനും എന്താ പറയുക പുറത്തേ നമുക്ക് അറിയാനും പറ്റുന്നുണ്ട്. എന്നാൽ ഇത് വളരെ കുഞ്ഞ് ഒരു ഡിവൈസ് ആണ്. ഇതിൽ എങ്ങനെയാണ് അതിൻ്റെ അപ്പോൾ ചാർജ് കാര്യങ്ങളൊക്കെ എത്ര കാലം നിൽക്കും, ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെ വരുന്നത്? അതായത് ഇതാണ് ഏറ്റവും വലിയ ഇതിനകത്തൊരു അഡ്വാൻസ്മെൻറ്റ്. കാരണം ഇതിനെക്കാട്ടിയും 90% സൈസ് കുറവാണ് ഇതിന്. അതെ. എന്നാൽ പോലും ഇതിൻ്റെ ബാറ്ററി ഇതിൻ്റെക്കാട്ടിയും 3 ഇരട്ടി കാലം നിൽക്കും. സാധാരണ ഉള്ള പേസ് മേക്കറിന് ആവറേജ് ഒരു ബാറ്ററി ലൈഫ് ഒരു 8 മുതൽ 10 വർഷമാണ്. പിന്നെ പുതിയ നൂതന സംവിധാനമാണെങ്കിൽ പോലും ഒരു 10 മുതൽ 12 വർഷം വരെ നിൽക്കാം. പക്ഷേ ഈ ക്യാപ്സ്യൂളിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ്, ഇത്രയും സൈസിൽ തന്നെ ഇതിൻ്റെ ബാറ്ററി 15 മുതൽ 25 വർഷം വരെ നിൽക്കാം. അത്രയും കാലം നിൽക്കാം. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻസ്മെൻറ്റ്. കാരണം ഇപ്പം നമ്മൾ പ്രായം അധികമുള്ള ഒരാൾക്ക് ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനെപ്പറ്റി ആലോചിക്കുകയോ വേണ്ട. ബാറ്ററി ചേഞ്ചോ അല്ലെങ്കിൽ ഇത് തിരിച്ച് ഒരിക്കൽ കൂടെ മാറ്റേണ്ടി വരും ഒന്നും ആവശ്യമല്ല. ഒരു 25 വർഷം നിൽക്കുകയാണ് ആണെങ്കിൽ പിന്നെ വേറെ ഫർദർ ഒന്നും വേണ്ടി വരുന്നില്ല. നമ്മൾ ഈ 2 ഡിവൈസ് പറഞ്ഞതില് ഈ ഒരു ഡിവൈസ് നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ നാളെ നമുക്കിത് പുറത്തേക്ക് മാറ്റണം, റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും? 2 ചെയ്യാൻ പറ്റുമോ? അതും ഇതിൻ്റെ അകത്ത് പുതിയ വന്ന സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പഴയ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ഈ ബാറ്ററി മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റൂ. വയേഴ്സ് കുറച്ച് കഴിയുമ്പം ഹാർട്ടിൻ്റെ പാർട്ടായിട്ട് മാറും. ഈ വയേഴ്സ് ലീഡ്സ് ഹാർട്ടിനകത്ത് ഒട്ടിയിരിക്കും. അത് റിമൂവ് ചെയ്യണമെങ്കിൽ ലേസറോ അല്ലെങ്കിൽ നൂതന സംവിധാനങ്ങൾ പോലത്തെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആവശ്യം വരാറുണ്ട്. കാരണം ഇത് കുറച്ച് കാലം കഴിയുമ്പം ഹാർട്ടിൻ്റെ ഒരു പാർട്ടായിട്ടും ഹാർട്ടിൻ്റെ രക്തക്കുഴലിൻ്റെ പാർട്ടായിട്ട് ഒട്ടിപ്പോകും. ഇപ്പം വന്നിരിക്കുന്ന ഈ ഡുവൽ ചേംബർ അവീർ ലീഡ്ലെസ് തെറാപ്പിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തന്നെ അതാണ്. ഇപ്പം കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ക്യാപ്സ്യൂളിൻ്റെ ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം ശരി ഒരു 20 വർഷം കഴിയുമ്പോൾ ബാറ്ററി തീർന്നു, നമുക്കപ്പം ഇത് എടുക്കണമെങ്കിൽ ഇത് നമ്മൾ വെച്ച അതേ ലാഘവത്തോടെ തന്നെ തിരിച്ചെടുക്കാൻ പറ്റും, പുറത്തേക്ക് എടുക്കാൻ പറ്റും. അൺസ്ക്രൂ ചെയ്ത് കംപ്ലീറ്റ്ലി ബോഡിയിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. റിട്രീവബിലിറ്റി ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. എൻ്റെ മനസ്സിലുണ്ടായി ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ വിചാരിക്കും ഇത് വലിയ സൈസാണ്, ഇത് ഈസിലി റിമൂവ് ചെയ്യാം. തിരിച്ചാണ്. ഇത് സൈസ് വലുതാ, പക്ഷേ അതിൻ്റെ ബാറ്ററിയാണ് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ലീഡ്സ് കുറച്ച് കഴിയുമ്പോൾ റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എനിക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ളത്, ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ ആളുകളെ റെസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി ദിവസം നിൽക്കണോ? അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. രോഗിയെ സംബന്ധിച്ച് ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ റിക്കവറി ടൈം എത്ര വേണ്ടി വരും എന്നുള്ളതൊരു വളരെ കീ ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ സർജിക്കലി വെക്കുന്ന പേസ് മേക്കറിന് ആ മുറിവ് കരിയുന്നവരെ നമ്മൾ മുറിവ് ശ്രദ്ധിക്കണം. അധികം ആക്ടിവിറ്റീസ് പാടില്ല. മുറിവ് പ്രത്യേകം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് ചെയ്ത് വൂണ്ട് ഇൻഫെക്ഷൻ വരാൻ നോക്കണം. ചിലവർക്ക് ഈവൻ കുറേ ലേറ്റ് കഴിഞ്ഞിട്ട് വൂണ്ടിൽ ഇൻഫെക്ഷൻ വരാറുണ്ട്. അതുകൊണ്ട് ആ മുറിവിൻ്റെ സ്ഥലം എപ്പോഴും ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഒരു ഫോറിൻ ബോഡി അടിയിലുള്ളതുകൊണ്ട്. പിന്നെ അതേപോലെ ഇത് ലെഫ്റ്റ് ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് വെക്കുന്നതെങ്കിൽ ലെഫ്റ്റ് ഷോൾഡർ ഒരു 6 ആഴ്ചയെങ്കിലും
മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൈ അധികം കഷത്തിൻ്റെ മേളിലോട്ട് പൊന്തിക്കാൻ പാടില്ല, ഡ്രൈവിംഗ് ഒരു 6 വീക്സ് ഒഴിവാക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് ഈ ക്യാപ്സ്യൂളിലാണെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. കാരണം കീ ഹോൾ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇത് ഹാർട്ടിനുള്ളിൽ ഫിക്സ് ആയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഹാർട്ടിനകത്ത് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പം നമ്മുടെ ഡെയിലി ബാക്കിയുള്ള ആക്ടിവിറ്റീസിലൊന്നും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. നമുക്കൊരു നോർമൽ ആളെ പോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാം. നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആയിട്ടോ ബാക്കിയുള്ള മാഗ്നറ്റിക് ഫീൽഡ്സ് ആയിട്ടോ ഒന്നും ഇത് വലിയ ഇൻട്രാക്ഷൻ ഇല്ല. ഇത് മിക്കവരും ഇപ്പോൾ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ നിന്ന് പോലും മനസ്സിലാവില്ല, ഒരു ക്യാപ്സ്യൂൾ ഉണ്ടെന്ന് അറിയത്തോലുമില്ല. മറ്റേ പേസ് മേക്കറാണ് ഇവിടെ തള്ളിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിലാണെങ്കിൽ അതുപോലെ അറിയില്ല, ഇത് ഉള്ളിലിരിക്കും. ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻ ഒന്നും ആവശ്യമില്ല, അതിനുശേഷം മരുന്നുകളൊന്നും ആവശ്യമില്ല. ഒരിക്കൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അത് ബോഡിയുടെ പാർട്ടായി ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരോടും പറയുന്ന ഒരു വർഷത്തിലൊരിക്കൽ വല്ലതും വന്നിട്ട് മെഷീൻ ഒന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് ഇപ്പോഴത്തെ ഈ ബാറ്ററി ലോഞ്ചിവിറ്റി ഓഫ് 15 to 25 years വെച്ചിട്ട് മിക്കവാറും ഒരിക്കൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. എത്രയാണ് ക്യാപ്സ്യൂൾ പേസ് മേക്കറിന്റെ വിശേഷങ്ങൾ. വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ്, അത് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ അരുൺ ഗോപി സാറ് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നമുക്കോ നമ്മുടെ റിലേഷനിലോ നമ്മുടെ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും ഇങ്ങനെ പ്രയാസം വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കണം, എവിടെയാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ചികിത്സ ലഭിക്കുന്നത്. അത് സ്വയം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾ സംസാരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.